ഇന്നിപ്പോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുക. സംശയങ്ങൾക്കുള്ള പ്രാഥമിക ഉത്തരം പൊന്നിയും വർഗീസേട്ടനും കൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിൽ അവർക്ക് പറഞ്ഞത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഒന്ന് ഇടപെടും. ഞാൻ എൻ്റെ സംസാരത്തിന് കുറച്ചു നേരം വിശ്രമം നൽകുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവരെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ പൊന്നിയും വർഗീസേട്ടനും കൂടെ ഈ സെഷൻ കൈകാര്യം ചെയ്യും. ഇവിടെ ഉണ്ടാവും, ഞാനിവിടെ ഉണ്ടാവും. സന്തോഷം, നന്ദി, നമസ്കാരം. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ അങ്ങനെ പറയാം. എന്തായാലും വളരെ നന്നായിരുന്നു, വളരെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലായി. പക്ഷെ പുതിയ ആളുകൾ പറയട്ടെ, നമ്മൾ പിന്നെ കുറച്ചൊക്കെ ആയിട്ടും പക്ഷെ ഇത് വളരെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ബോധ തലങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഈ ആകർഷണ സിദ്ധാന്തം എന്നൊക്കെ പറയുന്ന സമയത്ത് അത് എങ്ങനെയാണ് നമുക്ക് അതിന് ഏതൊന്നിനെ നമ്മൾ കൂടുതലായിട്ട് റെസിസ്റ്റ് ചെയ്യുന്നുവോ അതാണ് നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് എത്തുന്നത് എന്നൊക്കെ കാര്യമൊക്കെ ഒരു വളരെ എന്താ പറയാ എല്ലാവർക്കും വിരോധാഭാസമായിട്ട് തരും. പക്ഷെ സത്യത്തിൽ യാഥാർത്ഥ്യം അതാണ്. ആ യാഥാർത്ഥ്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇന്നത്തെ ഇൻഡസ്ട്രി എന്നുള്ളതാണ് സത്യത്തിൽ നമുക്ക് മനസ്സിലായത്. ഓക്കെ, അതെ. പിന്നെ എല്ലാറ്റിനും റിതം ഉണ്ട്. ആ റിതത്തിൽ നിന്ന് തെറ്റുമ്പോൾ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ആ റിതം കീപ്പ് ചെയ്യാൻ കഴിയാത്തതാണ് മനുഷ്യന്റെ പ്രശ്നം. താളാത്മകത കീപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആരാണ് വലുത്, ഞാനാണോ വലുത് എന്നുള്ള ആ ഒരു ഭാവവും അഹംഭാവവും ഒക്കെ തന്നെ നമ്മെ താളം തെറ്റിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. താളാത്മകമായിട്ട് പോകാൻ കഴിയണം, അല്ലേ? അതാണ് വേണ്ടത്. അപ്പോ ഈവൺ ഹസ്ബൻഡ് വൈഫ് തന്നെയാണെങ്കിലും ഒരാൾക്ക് ഇത്തിരി ദേഷ്യമുള്ളവരാണെങ്കിൽ മറ്റാളെ കുറച്ച് ശ്രമിക്കാൻ നിന്നാല് അവിടെ താളം കിട്ടും. അല്ല രണ്ടാളും ഒരേ ബലം പിടിച്ചാൽ പൊട്ടും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാ തലങ്ങളിലും നടക്കുന്നത്. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബോധ്യം ഉള്ള ആളുകൾക്കാണ് ഉത്തരവാദിത്വം കൂടുതൽ തീർച്ചയായിട്ടും അവർക്ക് ബുദ്ധിമുട്ടാണ്. ബോധ്യം വന്നു കഴിഞ്ഞാൽ അവർ ഓരോ ക്ഷമിക്കേണ്ടത് ഉത്തരവാദിത്വം അവർക്കുണ്ട്. മറ്റുള്ളവർ മനസ്സിലാകുന്നത് വരെ ഒന്ന് ക്ഷമിക്കാൻ വളരെയേറെ ഉത്തരവാദിത്വപ്പെട്ടവരാണ്. കാരണം അപ്പൊ നമുക്ക് തോന്നും നമ്മൾ എന്തും ക്ഷമിക്കേണ്ടവരാണോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ അത് അതെ. അപ്പൊ അത് നമുക്ക് നല്ല വലിയൊരു സമാധാനവും നമുക്ക് ചുറ്റുപാടും സമാധാനവും സന്തോഷം തന്നെ ഉണ്ടാക്കുക അത്തരത്തിൽ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ. അതെ അതെ. ഞാനൊരു ചോദ്യം ചോദിക്കാം. നമസ്കാരം. നമ്മൾ അബൻഡൻസിനെ പറ്റി പറഞ്ഞു. അതായത് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് മാറിടം ഉണ്ടാകുന്നു, വളരെ കാലം മുമ്പ് ഉണ്ടാകുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്കുള്ള അറ്റ്മോസ്ഫിയർ ഇവിടെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മളെ വെൽഫെയർ എല്ലാം നമുക്ക് വേണ്ടിയിട്ട് പ്രകൃതി ഒരുക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കായിട്ടുള്ളതെല്ലാം തന്നെ പ്രകൃതി ഇവിടെ തന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദ്യം വരുന്നത്. എൻ്റെ ചോദ്യം അങ്ങനെയാണ്. അതായത് നമ്മളിത് ഈ നിയമം പഠിച്ച് നമ്മൾ എന്താണ് ആകർഷിച്ചെടുക്കാനുള്ളത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് പ്രകൃതി എല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ട്. നമ്മളതിനെ അത് മനസ്സിലാക്കുകയും അതിന് സംശീകരിക്കുകയും മാത്രം ചെയ്താൽ പോരെ എന്നുള്ള സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, സുജിത്തേട്ടൻ ശരിക്കും പറഞ്ഞ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. നമുക്ക് ആ ഒരു അറിവുണ്ടല്ലോ. ഇപ്പോ നമ്മൾ ഇന്ന് കേട്ടു, നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് കേട്ടു. അതൊരു അറിവ് മാത്രമാണ് ഇന്ന് നമ്മുടെ, അല്ലെ? നമ്മുടെ ഒരു യുക്തി, നമുക്ക് പുതിയതായിട്ടൊരു ആശയം നമ്മൾ മനസ്സിലാക്കി. ഇനി അത് നമ്മുടെ പരിശീലനങ്ങളിലൂടെ നമ്മുടെ ശരീരഭാഷയായിട്ട് വരാൻ എത്ര കാലം എടുക്കുന്നറിയോ? ഒരുപക്ഷെ നമ്മുടെ മരണത്തിന് മുമ്പെങ്കിലും നമുക്ക് അത്തരത്തിലൊരു ബോധ്യം, അതായത് ബോധ്യപ്പെടൽ എന്ന് പറഞ്ഞാൽ ഏട്ടൻ പറഞ്ഞില്ല, അറിയൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നമ്മുടെ ഓരോ കോശത്തിനും ആ ഒരു ഉണർവുണ്ടാകും. എന്ന് വെച്ചാല് എനിക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു അറിവ്, അത് എപ്പോഴും ഒരു ഉണർവായിട്ട് നമ്മളിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസുകളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ ശരീരഭാഷയാകുന്നത് വരെ നമുക്ക് ഈ ഒരു അറിവ്, ഏതൊരു അറിവിനെയും നമുക്ക് പുതിയതായിട്ട് പുതുക്കി നമ്മുടെ ഉള്ളിലേക്ക് എടുക്കേണ്ടി വരും. പിന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പുതിയതല്ല, ഇവിടെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ നിമിഷവും നിങ്ങളുടെ ഒരു
അട്രാക്ഷനാണ്. നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു ചോദന ഉണ്ടായിട്ടുണ്ട്, ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? ഒരു അട്രാക്ഷൻ, ഒരു ആകർഷണം ഉണ്ടായിട്ടുണ്ട് ഈ രീതിയിലൊക്കെ, ഈ രൂപത്തിലൊക്കെ. അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു അറിവിന് മുമ്പിൽ എത്തിച്ചു കൊണ്ട് തന്നത്. അപ്പൊ നമ്മുടെ ഉള്ളില് കൂടുതൽ മെച്ചമായ ജീവിതത്തിലേക്കുള്ള ഒരു അറിവ് നൽകണമേ, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ ഒരു സാഹചര്യം, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഏത് രീതിയിൽ നമ്മൾ പണം ആഗ്രഹിച്ചാലും, അറിവ് ആഗ്രഹിച്ചാലും, തൊഴിൽ ആഗ്രഹിച്ചാലും, ഇതിന്റെ എല്ലാം ഉദ്ദേശം നമ്മുടെ ശാന്തമായിട്ടും സന്തോഷമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള നിലനിൽപ്പ് തന്നെയാണ്. ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന രൂപത്തിൽ നമുക്ക് ഈ അറിവ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അത് ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇത്രയാണ്. നമ്മൾ എത്തിച്ചേരേണ്ടത് എവിടേക്കോ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നിയമത്തിന്റെ രൂപത്തിൽ പ്രകൃതി നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു അറിവ് നമ്മുടെ രൂപത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അവിടെ അതിന്റെ കൂടെ ഒരു ഇച്ചിരി ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. അതായത് നമുക്കിത് ഈ നൈസർഗികമായിട്ടുള്ള ഒന്നും നമ്മുടെ കയ്യിൽ ബാക്കിയില്ല, അത് മുഴുവനും നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് കളഞ്ഞു. അപ്പൊ അതിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു പ്രതി വിദ്യാഭ്യാസത്തിലൂടെ അത് വരാനൊക്കെ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും സീരിയസ് ആയിട്ട് കൂടുതലായിട്ട് പഠിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒറിജിനലായിട്ടുള്ള നമ്മുടെ ബോധ്യത്തിലായിരുന്നെങ്കിൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു. ലോ ഓഫ് അട്രാക്ഷൻ പേരേ വേണ്ട, അത് തന്നെത്താൻ സംഭവിച്ചുകൊണ്ടിരിക്കുക, അതിനുള്ള മാർഗങ്ങൾ തനിയെ അറിയാമായിരുന്നു. ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇത് ആവശ്യമായിട്ട് വരുന്നു. അതെ, ഇന്ന് തന്നെ പറഞ്ഞു. ശരി, എല്ലാം നമ്മളത് മാറ്റിക്കളഞ്ഞു, നമുക്ക് അറിയുന്നില്ല. ഇപ്പോ പുറത്തുനിന്ന് ഇവര് തരുന്നതാണൊക്കെ അല്ലെ എല്ലാം എന്നുള്ള ബോധമാണുള്ളത്. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഇതെല്ലാം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വിഷമമോ സ്ട്രെസ്സോ ഉണ്ടാകില്ല. പക്ഷെ നമ്മൾ അത് മാറ്റിമറിച്ചിട്ട് നമ്മളെ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന്, അല്ലെ? അത് കിട്ടണം, ഇത് കിട്ടണം, ഇതില്ല, അങ്ങനെയില്ല, ഇതാണ് വേണ്ടത് എന്ന രീതിയിലേക്ക് എത്തിച്ചതാണ് നമ്മുടെ പ്രയാസങ്ങള്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഒരു വലിയ കാര്യത്തിൽ നമ്മൾ വിസ്മരിക്കപ്പെട്ടു. അപ്പൊ അതാണ് ഇത് പഠിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ, അല്ലേ? അതെ അതെ, ഈ അറിവോട് കൂടി തന്നെയാണ് എല്ലാം ഇവിടെ ഉണ്ടാകുന്നത്. പക്ഷെ ഈ അറിവിൽ നിന്നും മാറ്റി നമ്മളെല്ലാം പ്രകൃതിയിൽ നിന്നും അന്യമാണെന്ന ഒരു അറിവോട് കൂടിയാണ് നമ്മൾ വളർത്തപ്പെട്ടത്. കണ്ടീഷൻ ചെയ്യപ്പെട്ട് മനുഷ്യൻ്റെത് മാത്രമായിട്ടുള്ള ഒരു സംസ്കാരം രൂപപ്പെടുത്തി. അപ്പോൾ പിന്നെ ഇതെല്ലാം പഠിപ്പിച്ചെടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമില്ല, ഇത് വ്യവസ്ഥയായിട്ടാണ് നമ്മൾ, ഭൂമി ഒരു വ്യവസ്ഥയാണ്, കൂടുകൾക്കകത്ത് കൂടുകളായിട്ടാണ്, എന്നൊക്കെ നമ്മൾ ഇന്നലെയും ഇന്നും ആയിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ കേട്ടു. ഇത് ഒരു പുതിയ അറിവല്ല സത്യത്തില്. ഇത് ഇങ്ങനെയാണ് ഇവിടെ കാണപ്പെടുന്നത് എന്നുള്ളതാ. പക്ഷെ ഇത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയേറെ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത് ഈ ഒരു അറിവില്ലാത്തത് കൊണ്ടാണ്. ഈ ഒരു അറിവ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇനി നമുക്ക് അറിയാൻ പറ്റുന്നുള്ളതാ. ഈ ഒരു അറിവ് ഇപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയ ഈ അറിവുകളെല്ലാം പതിയെ നമ്മുടെ ബോധമായി തീരുന്ന സമയത്ത് പിന്നീട് നമ്മുടെ ജീവിതം, നമ്മുടെ കാഴ്ച എല്ലാം മാറി നമ്മളും ചുറ്റുമുള്ളതും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ആഴം നമുക്ക് കൂടുതൽ വെളിപ്പെട്ടു വരും. അങ്ങനെയാണ് ഓരോ അറിവും നമ്മുടെ ജ്ഞാനമായി തീരുന്നതെന്ന് പറയില്ലേ, അതങ്ങനെ തന്നെയാ. സുജിത്തേട്ട, ഇത്രയാണ് പറയാനുള്ളത്. സന്തോഷം. ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് പറയാതെ അറിയാം. നമ്മുടെ ഈ ബോധമായി തീരുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. നന്ദി. താങ്ക് യു സുജിത്തേട്ട. ഹലോ, നമസ്കാരം. വിനിഷ പറയൂ. ഞാൻ ആ സുജിത്തേട്ടന്റെ ചോദ്യത്തിൽ ഊന്നിയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. കാരണം പിന്നെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് പ്രകൃതി ഇവിടെ എല്ലാം അനുവദിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അനുവദിക്കാത്ത കുറെ ആളുകൾ ഉണ്ടല്ലോ. കാരണം സന്തോഷേട്ടൻ പറഞ്ഞ രീതിയിൽ നമുക്ക് വേണ്ട കുഞ്ഞുങ്ങളാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ട അമ്മിഞ്ഞപ്പാലുണ്ട്. പക്ഷെ അമ്മിഞ്ഞപ്പാൽ കിട്ടാത്ത കുട്ടികളുണ്ട്. ആ മാതാവിൽ നിന്ന് അമ്മിഞ്ഞപ്പാൽ കിട്ടാത്ത കുട്ടികളുണ്ട്. വേറെ എന്തൊക്കെയോ പ്രയാസങ്ങൾ കൊണ്ട് ചികിത്സയിൽ കഴിയുന്ന പ്രയാസങ്ങളൊക്കെ അതിൽ ഉണ്ടല്ലോ. അത്തരം ആളുകളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ അവർക്ക് മറ്റൊരു വഴി കൂടിയാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാക്കുന്നത്. അപ്പോ ഇത് രണ്ട് തരത്തിലല്ലേ നീങ്ങുന്നത്? ഏത് രണ്ടും? ലോ ഓഫ് അട്രാക്ഷനും അല്ല, നമുക്ക് നേരത്തെ പ്രകൃതിയിലെല്ലാം അനുവദിച്ചു, പ്രകൃതിയെല്ലാം ഒരുക്കി തരുന്നുണ്ട് എന്നുള്ളൊരു വ്യവസ്ഥയും പിന്നെ കിട്ടാത്തൊരു പ്രയാസങ്ങളുള്ള കുറെ ആളുകൾ ഉണ്ടല്ലോ. അപ്പോ അത് രണ്ടും വ്യത്യസ്തമല്ലേ എന്നാണ്. കോൺട്രഡിക്ഷൻ ആയി തോന്നുന്നു അല്ലേ?
അതെ അതെ. ഇതില് ആദ്യമേ പറയുന്നില്ലേ നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ടാകുന്നു എന്ന് പറയുന്നില്ലേ. അപ്പോ ഇവിടെ ഇതിൽ കുറച്ച് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഞാൻ കുറച്ച് പറയാം. അതില് നമ്മള് ഉണ്ടാകുന്നതിന് മുമ്പ് എന്തുണ്ടാകുന്നു, അതായത് ഞാൻ ഈ രൂപത്തിൽ ഈ ഒരു ഘടനയിൽ എൻ്റെ ഈ ഒരു ശേഷിയോടുകൂടി ഞാൻ ഇവിടെ ഉണ്ടാകുന്നത്, ഈ ഞാൻ പൊന്നി എന്ന ഈ രൂപ സ്വഭാവ ജ്ഞാന ഗുണത്തോടുകൂടി ഞാൻ ഈ രൂപത്തിൽ ഉണ്ടാകണമെന്ന് മുമ്പേ പ്രകൃതിയിൽ ഒരു ഇച്ഛ ഉണ്ടാവുന്നു എന്നുള്ളൊരു കാര്യമാണ് ആദ്യം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബോധം എങ്ങനെ നമ്മുടെ ഈ രൂപത്തിലാകുന്നു, ഇപ്പൊ എല്ലാം ബോധമാണെന്ന് നമ്മൾ കേട്ടൂല്ല, ഇന്നലെ ഇന്ന് ക്ലാസ്സിലായിട്ട് കേട്ടു, ഒരുപാട് ഗുരുക്കന്മാർ ഇത് തന്നെ പറയുന്നുണ്ട്. ബോധമാണ് എല്ലാം സർവവും. ആ ബോധത്തിന്റെ വിവിധ രൂപഭാവ ഭേദങ്ങളാണ് സ്ഥലകാല വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാം. അപ്പോൾ ഇപ്പൊ ഈ വയസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ഇങ്ങനെ ആകേണ്ടതാണെന്ന ഒരു ബ്ലൂ പ്രിന്റ് മുൻപേ ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഞാൻ ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഭൂതലത്തിലാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള മാതാപിതാക്കളിലാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല, ഇവിടെ മുൻകൂട്ടി അത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. പ്രകൃതിയിൽ അത് ആദ്യമേ രൂപപ്പെടുന്നുണ്ട്, എന്നിട്ടാണ് എനിക്ക് ഈ ഒരു രൂപഭാവങ്ങളൊക്കെ കൈവരുന്നത്. അപ്പോൾ ആ ഞാൻ എൻ്റെ ആദ്യ ബീജം ഉണ്ടാകുന്ന ആ സമയത്ത് തന്നെ ഞാൻ ഏത് രൂപത്തിലാണ് ഇവിടെ ഉണ്ടാകേണ്ടത്, എൻ്റെ ഒരു ധർമ്മം എന്താണെന്ന് ഇവിടെ നിശ്ചയിക്കപ്പെടുന്നുണ്ട്. ആ ധർമ്മത്തിനനുസരിച്ച് നിശ്ചയിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് എന്താണോ ഇവിടെ വേണ്ടത് അതിവിടെ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. വിനീഷിന് പിടികിട്ടിയോ? അതാണ് അതിന്റെ കാതലായിട്ടുള്ള ഭാഗം കേട്ടാ. അപ്പോ അതോടൊപ്പം ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു, അതോടൊപ്പം ബന്ധപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ കൺസ്യൂമറിസവും കമ്മ്യൂണിസവും ഈ പറഞ്ഞ ഇങ്ങനെ എല്ലാതും ഉണ്ടാവണമെന്ന് തീരുമാനിച്ചിട്ടുള്ള തന്നെയല്ലേ? തീർച്ചയായിട്ടും. നമ്മളെ പിന്നെ പ്രകൃതിയുടെ പാറ്റേൺ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട്, അതിന് സൈസ് റൈറ്റ്നെസ് പഠിക്കുന്നുണ്ടല്ലോ. അതായത് ഒന്നിന്റെ വളർച്ചാ പരിധി, ഒന്ന് എത്ര വളരണം എന്ന്. അപ്പൊ നമുക്ക് ഒരു പ്രത്യേക കാലം വരെ നമ്മൾ ശരീരം കൊണ്ട് വളരും, പിന്നെ പ്രത്യേക കാലം വരെ നമ്മൾ മനസ്സുകൊണ്ട് വളരും, പിന്നെയും ഒരു പ്രത്യേക കാലം വരെ നമ്മൾ ജ്ഞാനം അറിവ് കൊണ്ട് വളരും. അങ്ങനെ ഇതിനെല്ലാം കൂടെ ഒരു പ്രത്യേക അവസ്ഥയിൽ നമ്മൾ ഒരു പരിധി വരെ വളർന്ന് പിന്നെ നമ്മൾ അടുത്ത തലമുറയെ ബാക്കി വെച്ച് നമ്മൾ പോകും. ഈ ഒരു അവസ്ഥ നമ്മളിപ്പോൾ പറഞ്ഞു, കോശങ്ങളിൽ തുടങ്ങിയ കലകളായി, അവയവങ്ങളായി, ശരീരം, ജീവിയായി, അങ്ങനെയാണ് ഇവിടെ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ കൂടുകൾക്കകത്ത് കൂടുകൾ എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴോട്ട് വരുന്ന സമയത്ത്, അതായത് ആഴങ്ങളിലേക്ക് വരുന്ന സമയത്ത് എല്ലാം തുടങ്ങിയത് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മൂലകണത്തിൽ നിന്നായിരിക്കും. അപ്പൊ അവിടെ നിന്ന് തന്നെ ഇതിന്റെ ഒരു വളർച്ച എത്രയായിരിക്കണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഭൂമി എന്ന വ്യവസ്ഥയ്ക്കും തീർച്ചയായിട്ടും ഇത് ബാധകമാണല്ലോ. നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മളെ പോലെ തന്നെ ഒരു ജീവിയാണ്, ജൈവ വ്യവസ്ഥയാണ്, വലിയ അതിജൈവ വ്യവസ്ഥയാണ് ഭൂമി എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഭൂമിക്കും ഈ പാറ്റേൺ എന്നുള്ളത് ബാധകമാണ് തീർച്ചയായിട്ടും. അപ്പൊ ഭൂമിയുടെ ഒരു വളർച്ചാ പരിധി, ഭൂമി എന്ന് പറയുന്നത് ഭൂമിയുടെ നമ്മൾ മനുഷ്യരടക്കമുള്ള പലവിധ ജന്തു സസ്യജാലങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അപ്പൊ ഇതിന്റെ എല്ലാം വളർച്ചയും ഇതിന്റെ ഒരു പരിണാമത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഭൂമി അതിൽ ഏത് രൂപത്തിലായിത്തീരുമെന്നും ഭൂമിയിൽ എന്തെല്ലാം അത് അനുഭവിക്കണമെന്നൊക്കെയും ഈ ഭൂമിയുടെ ഉരുവാകലിന്റെ സമയത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഭൂമിയുടെ വളർച്ചയുടെ ഭാഗമാണ് മനുഷ്യരുടെ ഈ ദിഷണാശക്തിയും അല്ലെങ്കിൽ ബുദ്ധി, യുക്തി വർദ്ധിക്കുന്നതും ഒക്കെ ഭൂമിയുടെ വളർച്ചയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉണ്ടാകുന്ന നമ്മളിപ്പോ പാപം, പുണ്യം, നാശം, പിന്നെ നന്മ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെയും ഭൂമിയുടെ തലത്തിൽ അല്ലെങ്കിൽ ആ വ്യവസ്ഥ ഉപരിവ്യവസ്ഥയുടെ തലത്തിൽ നോക്കുന്ന സമയത്ത് അതിന്റെ വളർച്ചയുടെ ഭാഗമാണ്. ഏതൊന്നും ഒരു പ്രത്യേക പരിധി വരെ വികസിക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും ആ ഗുരുത്വത്തിലേക്ക് തിരിച്ചു വരും. അപ്പോ ഈ വികാസത്തിന്റെയും ഗുരുത്വത്തിന്റെയും ആ ചാക്രികതയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഏത് വ്യവസ്ഥയും തീർച്ചയായിട്ടും ഭൂമി എന്ന വ്യവസ്ഥയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒളിമ്പസിന് പറയാനുള്ളത്, ഇങ്ങനെ ഇതിന്റെ വളർച്ചാ തലത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. പിന്നെ എന്തിന് നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് നമ്മൾ ഈ നന്മ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ ഒരു പ്രതിപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ഇക്കോ വില്ലേജ് ഈവൻ അതെന്തിനാണെന്ന് പോലെ ഒരു ചോദ്യം വരും അടുത്തതായിട്ട്. ഇതൊക്കെ തനിയെ സംഭവിക്കുന്നതാണെങ്കിൽ അവിടെയുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, സുസ്ഥിരത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു വ്യവസ്ഥയും അത് തുടർച്ചയായിട്ട് അതിന്റെ ജീവനം അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് ജനിക്കുന്നു, ആ ജീവിതം എന്ന് പറയുന്ന കാലയളവ് കഴിയുന്നു, അത് മരിക്കുന്നു എന്ന് വെച്ചാൽ അത് മരിക്കുന്നതോടൊപ്പം അതിന്റെ തലമുറയെ ബാക്കി വെച്ച് ആ ജീവൻ എന്ന തുടർച്ചയെ ബാക്കി വെച്ചാണ് അത് പോകുന്നത്. അപ്പോൾ ആ തുടർച്ചയുടെ ഭാഗമായിട്ട് അത് അടുത്ത ഘട്ടത്തിലേക്ക്, ഇപ്പൊ ഏട്ടൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, സൈക്കിൾ മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടല്ലോ,
അപ്പൊ ഈ ഒരു ചക്രം തിരിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആദ്യത്തെ വൃത്തത്തിലല്ല അത് അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്. അടുത്ത വൃത്തത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അല്ലെ? ഈ ഒരു ചക്രം തിരിഞ്ഞ് അടുത്ത കയറ്റത്തേക്ക് പോകുന്ന സമയത്ത് ഒരു പിന്നെ സംഗമത്തിന്റെ പോയിന്റ് വരുന്നുണ്ട്. അതായത് ഒന്ന് അവസാനിക്കുകയും അടുത്തത് തുടങ്ങുകയും ചെയ്യുന്ന ആ സമയത്ത്, അതായത് ഒന്ന് അവസാനിക്കുന്നിടത്ത് അതിനോടൊപ്പം തന്നെ അടുത്തത് തുടങ്ങുന്ന അടുത്ത ചക്രം തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ജംഗ്ഷനിൽ വരുന്ന ഒരു പരിണാമം എന്താണെന്ന് വെച്ചാൽ ഒരു ഘട്ടത്തിൽ നിന്നും അവസാനിക്കുകയും മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യും. അപ്പൊ ഈ രണ്ടിന്റെയും ഗുണങ്ങൾ അതിനുണ്ടാകും. ആ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോ ഭൂമിയുടെ ആ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പോ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭൂമിയുടെ ഈ ജൈവരാശിയിലെ ബാക്കിയുള്ളത് ആ സുസ്ഥിരമായിട്ട് നിലനിൽക്കുന്നത് എന്തൊക്കെയാണോ അത് ഈവൻ നമ്മുടെ ചിന്ത, ആശയം, പ്രവർത്തനം ഇതെല്ലാം വരും അതിൽ. കാരണം ആ ഒരു അറിവുണ്ടല്ലോ ഈ ഭൂമിക്ക്. അപ്പൊ ആ ഒരു അറിവോട് കൂടി അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ചക്രത്തിലേക്ക് കടക്കുന്ന ഒരു ജൈവരാശിയെ അത് നിലനിർത്തും. അപ്പോൾ ഈവൻ അത് നമ്മളിലൂടെ ആയിരിക്കാം പ്രവർത്തിക്കുന്നത്. നമ്മളിലൂടെ എന്ന് വെച്ചാൽ ഈ ഒളിമ്പസ് ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മളിപ്പോ സുസ്ഥിര ജീവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കൂട്ടങ്ങളിലൂടെ ആയിരിക്കും അത് നിലനിർത്തപ്പെടുക. അപ്പൊ അതിന് ആ ഒരു വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒളിമ്പസിന്റെ ഭാഷ്യം. ഷാജാൻ ചേട്ടൻ മനസ്സിലായോ? മനസ്സിലായോ? കുറെ മനസ്സിലായി. അപ്പൊ എനിക്ക് തോന്നുന്നു ഭൂമി അങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ മര്യാദക്ക് പ്രാവർത്തികമാക്കിയാൽ നമ്മളൊന്നും അത് തന്നെയാണ് ഭൂമി പ്രാവർത്തികമാക്കുന്നത്. എങ്ങനെയാ? ഭൂമിയിലെ നമ്മളിലൂടെ ഒക്കെ തന്നെയല്ലേ, നമ്മൾ തന്നെയല്ലേ ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചിന്തയിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മളുടെ അറിവായിട്ട് ഭൂമി വരുന്നു, ഭൂമിക്ക് വേണ്ടതൊക്കെ ഇവിടെ ചെയ്തു പോകുന്നു എന്നുള്ളതാ. പക്ഷെ ഇത് ഭൂമിയുടെ അളവിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു സത്തയ്ക്ക് ഇത് എത്തിപ്പെടാൻ പറ്റും. നമ്മളിപ്പോ ഇതൊരു ആശയരൂപത്തിലാണ് സംവദിക്കുന്നത്. ഇത് അവരുടെ ധർമ്മമായിട്ട് മാറിയ ആളുകളാണ്. ഇപ്പൊ ഇവൻ ഏട്ടനൊക്കെയും അത് അറിവ് മാത്രമല്ല, അവരതായി മാറുന്ന ഒരു അവസ്ഥയിലാണ് ഇതെല്ലാം പറയുന്നതും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരുപക്ഷെ നമ്മൾ ഇതിന്റെ കൂടെ ഇഴുകിച്ചേരാനാണ് ഈ ഒരു അറിവെല്ലാം നമ്മളിലേക്ക് പകരപ്പെടുന്നത് എന്നുള്ളത് വരെ നമുക്ക് മനസ്സിലാക്കാം. ഭാഷ വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ, വിശദീകരണം. ഇപ്പൊ നമ്മൾ ഇത് പ്രകൃതിയുടെ ഭാഷയിൽ പറയുന്നു. ഇപ്പൊ ആധ്യാത്മികമാണെങ്കിലും സൈക്കോളജിക്കൽ ആണെങ്കിലും ഇക്കോ സൈക്കോളജിക്കൽ ആണെങ്കിലും പറയുന്ന കാര്യമൊക്കെ ഇത് തന്നെയാണ്. എനിക്ക് പറയൂ വർഗീസ് ചേട്ടാ. നമ്മളിപ്പം കാണുന്ന കൺസ്യൂമറിസം ആണെങ്കിലും ബാക്കിയുള്ള എന്ത് ബന്ധപ്പെട്ട നെഗറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണെങ്കിലും അത് ഇവിടെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവിക്കുന്നതിന് ഒരു പർപ്പസ് കാണും. ആ പർപ്പസ് നമ്മൾ അത്രയും അങ്ങോട്ട് ചിന്തിച്ച് പോകേണ്ട ആവശ്യമില്ല. അതിന് പ്രത്യേകിച്ചുള്ള പർപ്പസ് ഉണ്ട്. അത് മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് ഇത് തിരിച്ചു വരാനുള്ള ഒരു പ്രോസസ്സും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തിരിച്ചു വരാനുള്ള ഒരു പ്രോസസ്സ് വരുമ്പോഴത്തേക്ക് ആണ് നമ്മളെ പോലുള്ള ഈ ഇക്കോ വില്ലേജസും അതുപോലുള്ള പ്രസ്ഥാനങ്ങളെല്ലാം ബദലായിട്ട് തന്നെ ഉണ്ടായി വരുന്നത്. ലോകത്തെ എല്ലാ ഡെവലപ്ഡ് കൺട്രീസിൽ വരെ ഇക്കോ വില്ലേജും ഇതുപോലുള്ള ഓഫ് ദ ഗ്രിഡ് ആയിട്ടുള്ള പദ്ധതികൾ ഒത്തിരി പേര് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പൊ നെഗറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രോത്തിന് ഒരു പരിധി വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോഴത്തേക്ക് അത് ബലൂൺ പൊട്ടുന്ന പോലെ പൊട്ടും, ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകും പലർക്കും. അതൊക്കെ കൊണ്ടാണ് ഇതുപോലുള്ള ബദൽ സംവിധാനങ്ങൾ സൈമിൾട്ടേനിയസ്ലി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ബിനീഷ് പറഞ്ഞ ഒരു ഇതില് എന്താ പറയാ, നമ്മളൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ആധുനിക സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു ഇത് പോയി. നമ്മുടെ ഷെയർ ആൻഡ് കെയർ എന്നുള്ളതാണ്. സമൂഹജീവിയാണ്. സമൂഹജീവി എന്ന് പറയുമ്പോൾ ഷെയർ ആൻഡ് കെയർ ആണ്. ഇവിടെ ആർക്കെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അല്ല അങ്ങനെ മദറിന് പാല് കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ അടുത്ത ആൾ അവിടെ ഉണ്ട്, അത് സമൂഹത്തിനുണ്ട്, അത് ചെയ്തു കൊടുത്തോളൂ. അപ്പൊ അങ്ങനെയുള്ളത് ഉണ്ട്. അപ്പൊ അതൊരു നോർമലായിട്ടുള്ളൊരു ഇതല്ല. അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് വളരെ അപൂർവമായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള ആയിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. മറ്റുള്ളവർ ഷെയർ ആൻഡ് കെയർ എടുത്തിട്ട് അതിനെ കരുതിക്കോളൂ എന്നുള്ളതാണ്, ആ സത്തെ കരുതിക്കോളൂ എന്നുള്ളതാണ് അതിന്റെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മനസ്സിലാവായികയുണ്ടോ പുതിയ ആളുകൾക്ക്? അങ്ങനെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ ഹൻഷിമ. ഇപ്പോ അബണ്ടൻസിനെ പറ്റിയും ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയും ഒക്കെ പറഞ്ഞുവല്ലോ.
ഈ പറഞ്ഞ അറിവുകളൊന്നുമില്ലാതെ അല്ലേ നമ്മളുടെ പൂർവികര് എല്ലാ അബണ്ടൻസ് അനുഭവിച്ചുകൊണ്ടിരുന്നത്, എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ശാസ്ത്രപരമായിട്ടും ജീവിതപരമായിട്ടും ഒരുപാട് പഠിച്ചു, ഒരു അറിവ് നേടിയതിനു ശേഷം അവരുടെ അറിവില്ലായ്മ അറിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയല്ലേ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ? ഇപ്പോ നമ്മള് ഒരു 50 കൊല്ലം അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഒരു മണ്ണ് അല്ല ഇപ്പോഴത്തെ, അല്ലേ? ആ സമയത്ത് ഒരു ഭക്ഷണമേ അല്ല ഇപ്പോഴത്തെ. നമ്മളെ ഇപ്പൊ എൻ്റെ അമ്മയുടെ ആണെങ്കിലും ശരി, അമ്മയുടെ അമ്മയൊന്നും ഇപ്പൊ ഇല്ലെങ്കിലും ആ ഏജിലുള്ള ആളുകളുടെ ശരീരത്തിനൊക്കെ ഇപ്പോഴും ആ മണ്ണിൽ നിന്ന് ലഭിച്ച ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അവരിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അറിവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ മുന്നേ ഉണ്ടായിരുന്നവർക്ക് പ്രകൃതിയുമായിട്ട് ചേർന്ന് പോകാനുള്ള ഒരു അറിവ് അവരിൽ തന്നെ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. ഈ പരിഷ്കാരം, പുരോഗതി ഇതൊക്കെ വന്നത് ഇപ്പൊ നമ്മുടെ സംസ്കാരത്തിലേക്ക് ഇതെല്ലാം കലർപ്പായത് എപ്പം മുതലാണെന്ന് നമുക്കറിയാലോ, അല്ലേ? നമ്മളെ വിദേശീയര് നമ്മുടെ സംസ്കാരത്തിലേക്ക് ഇടിച്ചു കയറി വന്ന് അവരുടെ സംസ്കാരം നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചത് മുതൽ നമ്മുടെ തനതായതെല്ലാം നഷ്ടമായി, എല്ലാം നഷ്ടമായി. അക്കൂട്ടത്തിൽ പോയ ഒരു നഷ്ടമാണ് പ്രകൃതിയെ കുറിച്ചുള്ള നമ്മുടെ അറിവ് എന്ന് തന്നെ പറയണം. അതിൽ മിച്ചമുള്ളതാണ് ഇപ്പോ നമ്മൾ ഇങ്ങനെയെങ്കിലും നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ ഇപ്പോ അത് മുന്നേ ഉള്ളവർക്ക് അറിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ അറിയോ, ഇപ്പോ പണ്ട് ഈ മന്ത്രവാദം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കുറച്ച് സിദ്ധിയുള്ളവരെ പോയി കാണുക, നമ്മുടെ ആഗ്രഹ പൂർത്തിക്കായിട്ട് പൂജകൾ ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവുള്ളവരുമായിട്ടുള്ള ബന്ധം അതിനൊക്കെ അനുസരിച്ചാണ് നടന്നിട്ടുണ്ടാവുക. അപ്പൊ അന്ന് ആവശ്യക്കാര് കുറവായിരുന്നു. പിന്നെ ഈ പറഞ്ഞല്ലോ, ഇപ്പോ നമുക്ക് ഇന്ന് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ നമ്മൾ പരിശീലിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒരുപാട് നമുക്ക് പണം വേണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം ഉയരണം, സാമൂഹ്യ നിലവാരത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു അറിവാ. ഒരിക്കലും ഈ ഭൂമിയെ കുറിച്ചുള്ള എന്തെങ്കിലും ആകുലതയുടെ പുറത്തല്ല നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ അന്വേഷിച്ച് വരുന്നത്, അല്ലേ? ശരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലാതെ, ഒളിമ്പസിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലാതെ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ കേൾക്കുക, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ ദിവസേനയുള്ള ഒരു ദിവസം, ഇതെല്ലാം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഇത് ഞങ്ങളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് നിങ്ങൾ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ പ്രകൃതിയുമായിട്ടുള്ള ജീവിതം കണക്ട് ചെയ്യുന്നതിന്റെ ആവശ്യകതയെ പറ്റി നിങ്ങൾ പഠിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഒരു ജീവിത വ്യവസ്ഥയ്ക്ക് ഈ രൂപത്തിലാണ് ഇത് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിച്ചെടുക്കേണ്ടി വരുന്നത്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ആവശ്യത്തിന് സമ്പന്നരായിരുന്നു എന്നുള്ളതാണ് കരുതേണ്ടത്. മുൻപ് ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഹലോ, ഞാനൊന്ന് ചേർത്തോട്ടെ? ഇട ചേർക്കും. ഇപ്പൊ പറഞ്ഞ ഒരു വാചകത്തിന് തുമ്പത്ത് പിടിച്ചിട്ടാണ്. പറയൂ. ബേസിക്കലി ഞാൻ, എന്റെ കൂടെയുള്ളവർ പരിസ്ഥിതി പ്രവർത്തകരാണ്. സെന്റർ ഫോർ ഡീപ് ഇക്കോളജി എന്നുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തകരാണ്. ഒളിമ്പസ് എന്ന് പറയുന്ന ശാസ്ത്ര പരിസ്ഥിതി സംവിധാനത്തിന്റെ പ്രവർത്തകരാണ്. ഞങ്ങൾ ഒരുപാട് കാലം 10-40 കൊല്ലം ഇത്തരം വിഷയങ്ങൾ 10-40 കൊല്ലം പരിസ്ഥിതി വിഷയങ്ങളെ കുറിച്ച് ലോകമെമ്പാടും നടന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഒരാളിലും മാറ്റം ഉണ്ടായില്ല. ഇപ്പോ ഫീസ് വാങ്ങിച്ച് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്നു. ഇവിടെയും ഞങ്ങൾ ചെയ്യുന്നത് പരിസ്ഥിതി പ്രവർത്തനം തന്നെയാണ്, അത് മാത്രമാണ്. പക്ഷെ നിങ്ങളെല്ലാം കാശും തന്ന് ഇവിടെ വന്നിരുന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഇതെല്ലാം പോയി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഫലം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ നിൽക്കുന്നിടത്ത് ആ വെളിച്ചം പകർക്കുകയും ചെയ്യും. കാരണം ഇത് നിങ്ങളുടെ ഭാഷയിൽ അത് തരുന്നു എന്ന് മാത്രം. പുതിയ പാക്കറ്റിൽ ഇട്ടിട്ട് പഴയ വീഞ്ഞ് തരുന്നു, അത്രയേ ഉള്ളൂ. പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷൻ പറഞ്ഞതാണ്. പിന്നെ ആ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ഉത്തരം പറയാം. ഇതൊന്നും പഠിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ ഭാരതത്തിന്റെ ഹൃദയഭാഗത്ത് ആണ് ജീവിക്കേണ്ടത്. ഭാരതത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് മധ്യപ്രദേശ് എന്ന് മനസ്സിലാക്കാം. മധ്യപ്രദേശത്തിലാണ് ജീവിക്കേണ്ടത് എന്നിരിക്കട്ടെ. അപ്പൊ ഇതാണ് മധ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഉന്തിക്കൊണ്ട് ഹിമാലയത്തിൽ കൊണ്ടാക്കി. അപ്പൊ നിങ്ങളുടെ വിശ്വാസം ഇത് ഭാരതമാണ്, മധ്യഭാഗമാണ്, അത് ഹിമാലയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി.
നിങ്ങളെ തിരിച്ച് മധ്യഭാഗത്തേക്ക് എത്തിക്കണമെങ്കിൽ അവിടുന്ന് തിരിച്ച് ഇവരെങ്ങനെയാണോ ഉന്തി നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയത് അതേപോലെ ഉന്തി 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 തിരിച്ചു കൊണ്ടുവരണം. ആ ഉന്തലിന്റെ പ്രക്രിയയാണ് ഇവിടെ ഉപയോഗിക്കുന്ന പഠന സങ്കേതങ്ങളല്ല. അവര് ശാസ്ത്രത്തിന്റെ പേരിലാണ് കൊണ്ടുപോയതെങ്കിൽ നമ്മൾ ശരിയായ സമ്പൂർണമായ ശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അത് കൊണ്ടുവരുന്നു. അവർ ഏത് കാര്യത്തെ ഉപയോഗിച്ച് നിങ്ങളെ വഴിമാറ്റിയോ അതിലും വലിയ ഒരു പ്രതിസങ്കേതം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നു. ബേസിക്കലി നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഒരു കച്ചവടമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ്. കാരണം നിങ്ങൾ പണം തന്നു, നിങ്ങളൊരു ഉൽപ്പന്നം വാങ്ങിക്കുന്നു. അതേ നിങ്ങളുടെ ഭാഷയിൽ മനസ്സിലാവുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ സങ്കേതം ഉപയോഗിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിസ്ഥിതിയെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ തരുന്ന പൈസയ്ക്കുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ തലയിൽ അത് പൂർണ്ണമായിട്ടും പതിപ്പിക്കുക എന്നുള്ളൊരു ആശയം അത് ഞങ്ങൾ വിചാരിക്കുന്നു, അത് ഞങ്ങൾ നടപ്പിലാക്കുന്നു. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി, അതിനൊരു നയതന്ത്രജ്ഞത, ഒരു ഡിപ്ലോമസി നമ്മളിവിടെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പച്ചയ്ക്ക് പറഞ്ഞാൽ ഇതാണ് കാര്യം. ക്ലിയർ ആണോ മോളെ? റൈറ്റ്, താങ്ക് യു. Thank you. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ഉണ്ടെങ്കിൽ ആവാം, അതല്ലെങ്കിൽ ഇവാലുവേഷനിലേക്ക് കയറാം. ഓക്കെ, അപ്പം ആർക്കും ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഇവാലുവേഷനിലേക്ക് കയറാം. അപ്പൊ ചോദ്യങ്ങളില്ല എന്ന് പറയുന്നത് ഒരു കുഴപ്പമായിട്ട് അല്ല പറയുന്നത്. കാരണം നമ്മളിപ്പോ പുതിയ ആളുകൾ വിഷയമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ അത് തലയിൽ കയറി അതിങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു സമയം തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഇന്ന് അത് ചോദ്യമായിട്ട് വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾ പറയാം. മാത്യു ജോർജ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? എന്തായിരുന്നു നിങ്ങൾക്കുണ്ടായ ഫീൽ? ഇന്നത്തെ സെഷൻ വളരെ നന്നായിരുന്നു. പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയിലെ തത്വങ്ങളെക്കുറിച്ചുമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ലഭിച്ചു. ഇനി അത് എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യണമെന്നുള്ള ഇതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് എത്രത്തോളം ഏത് നമ്മളുടെ എഡ്യൂക്കേഷൻ നമ്മൾ ഒത്തിരി ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നതിനെ സംബന്ധിച്ചുള്ള ആ ഒരു പ്രാക്ടീസ് അത്യാവശ്യമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഇന്നത്തെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹൻഷിമ പറഞ്ഞോളൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? ഇന്നത്തെ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പിന്നെ പ്രകൃതിയുടെ കുറേ കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോ നേരത്തെ ഇതിൽ പറഞ്ഞിരുന്നത് പോലെ ഹൻഷിമ പറയുന്നുണ്ടോ? ഇവിടെ കേൾക്കുന്നില്ല. അതെ. ഓക്കെ, ഹൻഷിമ വരുന്നത് വരെ നമുക്ക് അടുത്ത ആളെ പറയുന്നത് കേൾക്കാം. ലൈജു. ലൈജു അവിടെ ഉണ്ടോ? ഓക്കെ. ക്ലാസ്സുകൾ കേട്ടു, കുറെയൊക്കെ മനസ്സിലായി. ഇനിയും കൂടുതൽ പഠിക്കുന്നതിനെ കുറിച്ച് 2-3 പ്രാവശ്യം ഓഡിയോ നല്ല ക്ലിയർ ആവുള്ളൂ. എല്ലാം വ്യത്യസ്തമായ അറിവുകളായിരുന്നു. ഉണ്ടാകുന്ന സംശയങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ചോദിക്കുക. ഹലോ, ഉണ്ടാകുന്ന സംശയങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ പഠിക്കാനൊക്കെ ഉള്ളൂ.
അപ്പൊ ഞങ്ങൾ എപ്പോൾ വേണേലും ഞാൻ ആൻസർ തരാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇതുമായിട്ട് ഇങ്ങനെ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക. സംശയങ്ങൾ ഒത്തിരി ഉണ്ടാകും, അത് നോട്ട് ചെയ്ത് വെക്കുക, സമയം അനുസരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹൻഷിമ പറഞ്ഞോളൂ, ഇടയ്ക്ക് കട്ടായി പോയി. നെറ്റിന് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. കുറെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇപ്പം പൊരുത്തമായിരിക്കാനുള്ള പൊരുത്തപ്പെടലാണ് ജ്ഞാനം എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് തന്നെ ഒരു ഇന്നത്തെ ഏറ്റവും വലിയൊരു അറിവായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു കാര്യമായിരുന്നു. കാരണം എല്ലാ കാര്യങ്ങളെയും നമ്മൾ അറിഞ്ഞു, ചിലപ്പോൾ നമ്മൾ അതിനായിട്ട് എതിർക്കാൻ നിൽക്കുമായിരുന്നു. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം പല കാര്യങ്ങളിലും നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനെ അറിയുക, സ്വീകരിക്കുക, കടത്തിവിടുക എന്നുള്ളത് ഒരു പുതിയ അറിവാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ സത്സംഗത്തിൽ വന്ന ആദ്യ ദിവസം തന്നെ സന്തോഷം പറഞ്ഞെന്ന ഒരു കാര്യമായിരുന്നു. അതിന് കുറച്ചും കൂടി എലാബറേറ്റഡ് ആയിട്ട് ഇന്ന് അറിയാൻ പറ്റി. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഹൻഷിമ, താങ്ക് യു. വിനീഷ്. ഹലോ, നമസ്കാരം. നല്ലതായിരുന്നു. പറയാറുണ്ട് വിനീഷ ഒന്നും ക്ലിയർ ആവുന്നില്ല കേട്ടോ. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ഹലോ, ആ പറഞ്ഞത് ക്ലിയർ ആയിരുന്നു, പക്ഷെ ബാക്കിയൊന്നും കേട്ടില്ലായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞത്. സന്തോഷേട്ടൻ പറയാറുണ്ടേ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. സന്തോഷേട്ടൻ പറയാറുണ്ട് ക്ലാസ് കേൾക്കാൻ നല്ലതായിരുന്നു, പിന്നെ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതേ രീതിയാണ് ഇത്. ക്ലാസ് റിപ്പീറ്റേഷൻ വേണം, എങ്കിൽ മാത്രമേ സംഭവം ആ ബോധതലത്തിലൂടെ ഓടും. കാരണം ഞാൻ കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു, പിന്നെ അത് അതിന്റെ ഡെഫിനിഷൻ വരുമ്പോഴത്തേക്ക് അവൻ മറന്നു പോകും. അതിപ്പോ അങ്ങനെയാണ്. ക്ലാസ് വളരെ നല്ലതാണ്. മുമ്പത്തെ 2 ക്ലാസ്സിലും ഞാൻ അറ്റൻഡ് ചെയ്തതാണ്, അപ്പൊ മനസ്സിലായതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വരുന്നത്. അറിയാനുള്ള അന്വേഷണത്തിന്റെ ത്വരയാണ് ഈ ക്ലാസ്സിൽ ഇവിടെ എത്തിപ്പെട്ടത്. ഓക്കെ, താങ്ക് യു. ഇതിന്റെ വീഡിയോ കിട്ടുമല്ലോ, അത് വെച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ആ കേട്ട കാര്യങ്ങൾ പൊക്കോട്ടെ, അത് സാരമില്ല. കാരണം അതിന് ഡെഫിനിഷൻ നമ്മൾക്ക് കിട്ടിയില്ലെങ്കിലും പതിയെ നമുക്ക് മനസ്സിലായിക്കോളും. പക്ഷെ ആ കേറിയ കാര്യം അകത്ത് പ്രവർത്തിച്ചാൽ മതി തുടക്കത്തില്. അത് പിന്നെ പതിയെ നമുക്ക് തന്നെ അത് ആ ഡെഫിനിഷൻ ഒക്കെ ഉണ്ടായി വരും. അപ്പൊ അത് കേട്ടുപോവുക, ഇപ്പൊ തുടക്കത്തിൽ കേട്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായിട്ടുണ്ടാവുക. അത് ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു അർത്ഥം വീണ്ടും കേൾക്കുമ്പോഴേ നമുക്കത് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, താങ്ക് യു. വിനീഷ്, ഈ ആവർത്തിച്ച് കേൾക്കുക എന്ന് പറയുന്നതൊക്കെ ശരിയാണ്, പഠനത്തിന്റെ ഭാഗമായിട്ട് അതൊക്കെ വേണം. പക്ഷെ പൊന്നി അവസാനം പറഞ്ഞ വാചകമുണ്ടല്ലോ, അതായത് നിങ്ങൾ ഈ കാര്യത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കേൾക്കാൻ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അറിയാൻ പ്രായമായി എന്നാണ് കാര്യം. അത് പിന്നെ നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്തോളൂ. കേട്ടത് എന്ത് ബോധ്യമായി എന്നുള്ളതൊന്നും വലിയ വിഷയമൊന്നുമല്ല. കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാൻ പ്രായമായിട്ടുണ്ടെങ്കിൽ, അറിയേണ്ടതാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യേണ്ടതാണെങ്കിൽ അത് വർക്ക് ചെയ്തിരിക്കും. പ്രകൃതി അത്തരത്തിലാണ് ഓരോ കാര്യങ്ങളെ അനുരൂപപ്പെടുത്തുന്നത്, ജ്ഞാനപ്പെടുത്തുന്നത്. അതുകൊണ്ട് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ ഈ വർത്തമാനം പോലും. ആകട്ടെ, എല്ലാം ഭംഗിയാകും. സന്തോഷം. ഓക്കെ, സൈഫുദ്ദീൻ. സന്തോഷേട്ടൻ പറഞ്ഞത് സൈഫു, പിന്നെ ശബ്ദം വലിയുന്നു. സൈഫുദ്ദീൻ, ശബ്ദം വലിഞ്ഞ കേൾക്കുന്നത്, ക്ലിയർ ആയില്ല. ഇപ്പൊ കേൾക്കണം. സൈഫ് ഒരു കാര്യം ഇപ്പൊ കേൾക്കാൻ പറ്റുമായിരിക്കും. മുഖം കണ്ടു, സുന്ദരമാണ്. ഇനി ബാക്കി പറഞ്ഞു, ശബ്ദം കൂടെ സുന്ദരമായത് കേൾക്കാം. ഇപ്പൊ കേൾക്കണ്ടോ? ഇപ്പൊ കേൾക്കാം. സന്തോഷേട്ടൻ പറഞ്ഞതുപോലെ കേൾക്കാൻ വിധിക്കപ്പെട്ടു, ഇനി അനുഭവിച്ചറിയാൻ വിധി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളത്. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നൗഫലേട്ടാ.
നമസ്കാരം എല്ലാവർക്കും. ക്ലാസ് ഞാൻ പകുതിയാണ് കയറിയത്. ഡ്യൂട്ടി കഴിഞ്ഞ് ലേറ്റായി. നന്നായിരുന്നു. വളരെ അറിയേണ്ട കാര്യങ്ങൾ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് ഇവിടെ എല്ലാം സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റെന്തിൻ്റെയൊക്കെ പിന്നാലെ ആയിരുന്നു. അപ്പൊ ഓൾറെഡി ആ സംവിധാനിച്ച് വെച്ചതിന്റെ നമ്മൾ തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു വേറെ പലതിന്റെ പിന്നാലെ പോയിരുന്നത്. അതിന്ന് ഡൈവേർട്ട് ചെയ്ത് എന്താണോ നമുക്ക് അലൈൻ ചെയ്ത് വെച്ചത് അതിനോട് അനുരൂപപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഒരു കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വളരെ നന്നായിരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു നൗഫലേട്ടാ, താങ്ക് യു. ആനന്ദവല്ലി ചേച്ചി ഇവിടെ മെസ്സേജ് കണ്ടിരുന്നു. ചേച്ചി സംസാരിക്കാൻ പറ്റുമോ? ഓക്കെ. ശിവദാസ്. ഓ ശിവ, ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. ഒന്നും കേൾക്കുന്നില്ല. ഇല്ല, ശിവന്റെ കേൾക്കാൻ പറ്റുന്നില്ല. ഇല്ല, കേൾക്കുന്നില്ല എന്ന് ചോദിച്ചത് മാത്രം കേട്ടു, വേറൊന്നും കേട്ടില്ല. ഓക്കെ ശിവ, ഒന്ന് ട്രൈ ചെയ്യൂ. ഞാൻ അടുത്ത ആളെ വിളിക്കാം ഇപ്പോ. ഷാജഹാൻ ചേട്ടാ. ഷാജഹാൻ ചേട്ടൻ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. സുജിത്തേട്ടൻ പറയൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നന്നായിരുന്നു. വെറുതെ ഒരു നന്നായി എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിച്ച വിഷയങ്ങൾ, അതായത് സന്തോഷേട്ടൻ എന്ത് പറയാൻ ആഗ്രഹിച്ചോ അത് കൃത്യമായിട്ട് കൺവേ ചെയ്യപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ പ്രകൃതിയായിട്ട് ചേർന്നിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമുക്കുള്ളതെല്ലാം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുമെന്നും അത് പ്രകൃതിയായിട്ട് ചേർന്നിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നും നമുക്കുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുണ്ടായത്. ആ വിഷയം നന്നായിട്ട് കൺവേ ചെയ്യപ്പെട്ടു. മാത്രമല്ല ഈ ബോധ്യങ്ങളെല്ലാം നമ്മൾ ബോധ്യമാവുകയും അതിൻ്റെ ബോധമായി മാറുന്നത് എപ്പോഴാണെന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അത് എന്ന് ബോധമായി മാറുന്നു അതോടുകൂടി ആ ഒരു അവസ്ഥയിലെത്തുക എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റാണ് നമുക്കെല്ലാം വേണ്ടത്. ആ തിരിച്ചറിവിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സുജിത്തെ, സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പലരും ധരിച്ചിട്ടുള്ളത് മരണം എന്നാണ്. കാരണം പലർക്കും മരിക്കുമ്പോഴേ ഈ സമാധിയിലെത്തുള്ളൂ. പക്ഷെ മരിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ സമാധിയിലെത്തും. അത് ഈ ബോധ്യം വരുന്ന അവസ്ഥയാണ്. അതെ, മണിയട്ട വാക്കുകൾ എല്ലാ സമയത്തും ഞാൻ ഓർക്കുന്നുണ്ട്. അതെ, ആ പിക്ചർ ഉണ്ടല്ലോ, ഓർക്കുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ അതിങ്ങനെ ഇടയ്ക്ക് റിമൈൻഡ് ചെയ്യുന്നുണ്ട്. എന്നാലും കയ്യിൽ നിന്ന് വിട്ടുപോകും. എന്നാലും അതിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഓക്കെ. എൻട്രിയെ കുറച്ച് വൈകിയിരുന്നു, നേരത്തെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കേട്ടിടത്തോളം വളരെ ഡെപ്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ സാധാരണ നമ്മള് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പുറമേ നിന്ന് കേൾക്കുന്ന ഒരു ആംഗിളിൽ നിന്നല്ല ഇതിന്റെ അവതരണവും ഇതിന്റെ ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇതിന്റെ അവതരണം.
വളരെ നന്നായിരുന്നു. അത് എല്ലാവരും ഫോളോ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കൂടെ ഉണ്ടാകും. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു ബാക്ക. ആനന്ദോലി ചേച്ചി കിട്ടിയില്ല. ഷാജഹാൻ ചേട്ടൻ പോയോ? പോയി. ഓക്കെ, എങ്കിൽ വർഗീസ് ചേട്ടൻ പറഞ്ഞോളൂ. ഇന്നത്തെ വളരെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇതാണ് സംസാരിച്ചത്. കാരണം ഇത്രയും സമഗ്രമായിട്ട് ഇതിനെ പ്രസന്റ് ചെയ്യാൻ വേറെ ആർക്കും കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ വിചാരിക്കാത്ത പല തലങ്ങളിലും കൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ എല്ലാ വിധത്തിലും അതിനെ കൈകാര്യം ചെയ്ത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. താങ്ക്സ്. ഓക്കെ, താങ്ക് യു വർഗീസ് ചേട്ടാ. ഓക്കെ, ഏട്ടൻ അവിടെ ഇല്ലേ? ഉണ്ട്. എനിക്ക് ശബ്ദം കേൾക്കുന്നേ, എന്റെ ശബ്ദം തന്നെ ഇവിടെ ഒരുപാട് കേൾക്കുന്നു. ഇവിടെ ഉണ്ട്. അവിടെ ശബ്ദം ഒന്ന് കുറയ്ക്കാൻ പറ്റും? ഓക്കെ, കുറച്ചു. അപ്പോൾ ഇന്നത്തെ സെഷൻ എനിക്ക് ഇടയ്ക്കൊന്ന് എണീച്ച് പോകേണ്ടിയിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കുള്ള ഭാഗം കുറച്ച് കേട്ടില്ല. പക്ഷെ കേട്ട ഭാഗമെല്ലാം വളരെ നല്ല അവതരണമായിട്ട് തോന്നി. കുറച്ചും കൂടെ ലളിതമായിട്ട് തോന്നി ഇന്നത്തെ അവതരണം. എന്തായാലും ഈ ഒരു അറിവ് എല്ലാവരിലും ഫലപ്രദമായി പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പം ഏട്ടന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എന്താ പറയാ, അപ്പോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടെന്ന് അറിയാം. ഇതെപ്പോഴാണ് ഇതൊക്കെ കൂടെ ചേർന്നിട്ട് നമ്മൾ ചില സിനിമ കാണുമ്പോണ്ടല്ലോ, ഓരോ ഈവന്റുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകും തിരക്കഥാകൃത്തെ. നമുക്കറിയാം ഈ ഡയറക്ടർ ഇതൊക്കെ കൂടെ ഒരിടത്ത് കൊണ്ട് എത്തിക്കുന്ന ഒരു പോയിന്റിൽ, അത് ഏത് പോയിന്റാണ് നമുക്കറിയാത്തത്. അതുപോലെ ഇത് എത്തുന്ന ആ പോയിന്റ് നോക്കി നിൽക്കുകയാണ് ഞാൻ. എല്ലാവർക്കും ബോധ്യമുണ്ടാകട്ടെ, അത് പ്രായോഗിക തലത്തിലേക്ക് വരട്ടെ. ഇത് പഠിപ്പിക്കാൻ നിൽക്കുന്നതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, അവനവന്റെ ജീവിതത്തിൽ ഇതൊക്കെ പ്രയോജനപ്പെട്ട് കഴിഞ്ഞാൽ ഈ സാധനത്തെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊതുവേദിയിലേക്ക് എല്ലാവരും എത്തുന്നു. അതുകൊണ്ടാണ് തുടക്കം മുതൽ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടക്കം മുതൽ എന്ന് വെച്ചാൽ നമ്മുടെ 94 നമ്മുടെ കമ്മ്യൂൺ ആരംഭിച്ച കാലം മുതൽ അവരുടെ പരിവർത്തനത്തിന് വേണ്ടിയിട്ട്, അവിടെ വരുന്ന വ്യക്തികളുടെ പരിവർത്തനത്തിനും അവരുടെ സസ്റ്റൈനബിലിറ്റിക്കും അവരുടെ വെൽബീയിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ അത് ശരിയാക്കിയിട്ട് ഇവിടെ വരിക എന്ന് പറയുമ്പോൾ, ഞാൻ അതിനുവേണ്ടി കുറെ കല്യാണങ്ങൾ നടത്തി, ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തു, ഒരുപാട് വീടുകളിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു. ഇതൊക്കെ കഴിയുമ്പോൾ എന്താ പറയുക, കല്യാണം ഒരാള് രണ്ടുപേര് ഒരു ആണും ഒരു പെണ്ണും നമ്മുടെ ഗ്രൂപ്പിനകത്തേക്ക് വരുന്നു. അവരിങ്ങനെ ഇവിടെ നമ്മുടെ വിഷയങ്ങളൊക്കെ പഠിക്കുന്നതിനായിട്ട് ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവിടെ വെച്ച് രണ്ടുപേരും കണ്ടു, അനുരക്തരായി. അപ്പൊ പിന്നെ നമുക്ക് തോന്നുന്ന പിന്നെ രണ്ടും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ ഇവിടെ ഉണ്ടാവുമല്ലോ. ഇവരെ പിടിച്ച് കെട്ടിച്ചാണ്ടല്ലോ. സാധാരണ രീതിയിലാണെങ്കിൽ ഒരാളുടെ കല്യാണം കഴിഞ്ഞാൽ ഒരാളെ പോകുള്ളൂ. ഇവിടെ കല്യാണം കഴിഞ്ഞാൽ രണ്ടും പോകുന്നുള്ളതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് വന്നു പോയി, അങ്ങനെ ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ പ്രവർത്തനത്തിനെത്തുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിന് പുതിയൊരു ഷേപ്പ് കൊടുത്ത് പുതിയൊരു കുപ്പിയിലാക്കി നമ്മളത് മറ്റേ വിൽപ്പനയ്ക്ക് വെക്കുന്നു. അപ്പോ വാങ്ങാൻ വന്നവരാണ് നിങ്ങളൊക്കെ തന്നെ. ഓരോ അവസരങ്ങളിൽ അത് വാങ്ങാൻ വന്നവരാണ്. ഇപ്പൊ വർഗീസ് ചേട്ടൻ അടക്കം മറ്റേ മൂന്നാർ സഹവാസത്തില് വന്ന് ആ ഒരു ക്യാമ്പില് പൈസ പേ ചെയ്ത് വന്ന് പങ്കെടുത്ത് പോയ ആളാണ്. പിന്നെ ഇപ്പോ എന്തായി, ഇതിന്റെ ഭാഗമായി. ഇതിന്റെ ഭാഗം എന്ന് വെച്ചാൽ ഇത് നടത്തിക്കൊണ്ട് പോണ ആളുകളിൽ ഒരാളായി. അപ്പൊ ഇതുപോലെയാണ്. ഓക്കെ, പൊന്നി അതുപോലെ വന്നതാണ്. അപ്പോ ഇങ്ങനെ ഓരോരുത്തരും വരുന്നത് ഇത് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ കൺസ്യൂം ചെയ്ത് ഈ സാധനം അത് അവരുടെ ഭാഗമായി അവരെയും കൊണ്ട് പോകാന്നൊരു അവസ്ഥയില്ലേ, ആ അവസ്ഥയിൽ ആകുകയാണ് ഇപ്പോ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ആയിത്തീരട്ടെ, കൂടുതൽ പേർക്ക് ഇതിനകത്തേക്ക് വരാൻ കഴിയട്ടെ. പുതിയ ആളുകൾ, പഴയ ആളുകൾ ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഇത്രയും ഇരിക്കുന്നതിൽ ഒരാൾ ഒഴിച്ച് ബാക്കിയൊക്കെ ഇപ്പോ സ്ഥിരം യാത്രക്കാരാണ്. സ്ഥിര യാത്രക്കാരെന്നുള്ളതല്ല, ഇതിന്റെ ഭാഗമായിട്ട് വന്നവരാണ്. അതിനുവേണ്ടി സമയവും മറ്റേ ഊർജവും ധനവും ഒക്കെ അതിനുവേണ്ടി, അതും അളവില്ലാതെ, പലപ്പോഴും പലരുടെയും കാര്യത്തിൽ ഒരു അളവില്ലാണ്ടാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ ആകുന്നവരാണ്. അപ്പൊ അത് കൂടുതൽ അനുഭവങ്ങളിലൂടെ ആകുമ്പോൾ, കൂടുതൽ തിരിച്ചറിവുകളിലൂടെ ആകുമ്പോൾ, കൂടുതൽ
നന്മയുണ്ടാവും അതിനകത്ത് എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും സംഭവിക്കട്ടെ, കൂടുതൽ ക്ലിയർ ആവട്ടെ. സന്തോഷം എല്ലാവർക്കും. നന്ദി, നമസ്കാരം. രാവിലെ കാണാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.